റിട്ടയർഡ് SP സുഭാഷ് ബാബു ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ സുഭാഷ് ബാബു, ജയിൽ വകുപ്പിന് നാണക്കേടിന്റെ ദിവസമാണല്ലോ ഇത്. ഭാഗ്യത്തിന് പോലീസിന് ഗോവിന്ദചാമിയെ പിടിക്കാൻ കഴിഞ്ഞു, അതും നാട്ടുകാർ സഹായിച്ചത് കൊണ്ട് മാത്രം. ഈ സുരക്ഷാ വീഴ്ചയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? സുരക്ഷാ വീഴ്ച എന്ന് പറഞ്ഞാൽ ജയിലിനെ സംബന്ധിച്ചോളം സ്റ്റാഫ് കുറവുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷെ എന്നാൽ തന്നെയും ഈ സമയത്ത്, അതായത് രാത്രി 1:15 മണിക്കൊക്കെ അദ്ദേഹത്തിന് ഈ 10ാം നമ്പർ ബ്ലോക്ക് അതീവ സുരക്ഷതയുള്ള, അതായത് ജയിലിനുള്ളിലെ ജയിലാണ് അത് 10ാം ബ്ലോക്ക് എന്ന് പറയുന്നത്. കാരണം അതിനുള്ളിൽ രക്ഷപ്പെടണമെങ്കിൽ അഴിമുറിക്കണം. അഴിമുറി കറുത്തതിന് ശേഷം അവിടെ വേലിയുണ്ട്, കമ്പി വേലിയുണ്ട്, അത് കിടക്കണം. കടന്നതിന് ശേഷം ഇപ്പുറത്ത് എത്തിക്കഴിഞ്ഞ് ഇവരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് വേണം ഇയാൾ കോമ്പൗണ്ട് വാളിന്റെ അടുത്തെത്താൻ. കോമ്പൗണ്ട് വാളിന്റെ അടുത്തെത്തുന്നതിന് മുമ്പ് അവിടെ പാറാവുകാരുണ്ട്, പിന്നെ ജയിലുകാരുടെ ബീറ്റുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ട് അദ്ദേഹം അവിടെ എത്തി. ഇതിന്റെ മുകളിൽ കയറി. കാരണം ഈ മഴ പെയ്ത് ഈ പായലൊക്കെ പിടിച്ചിട്ട് വഴുക്കി വല്ലാതെ സ്ലിപ്പറിയാണ്. അതിന്റെ മുകളിൽ കയറിയതിന് ശേഷം താഴേക്ക് പിടിച്ചിറങ്ങാന്ന് പറഞ്ഞു കഴിഞ്ഞാലൊക്കെ എത്രയോ സമയമെടുക്കും, ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതൊക്കെ എടുത്തിട്ട് ആരും അറിഞ്ഞില്ല എന്ന്. അതുപോലെ രാവിലെ 5 മണി, അതായത് 5 മണിക്ക് ശേഷം മാത്രമേ അറിഞ്ഞുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പോലീസിന് വിവരം എത്തുമ്പോൾ ഏതാണ്ട് 7 മണിയോടെ ആയിരിക്കുന്നു. അത്ര അമാന്തം കാണിച്ചു. പക്ഷെ എന്തോ ഭാഗ്യവശാൽ ഇയാൾക്ക് ദൂര സ്ഥലത്തേക്ക് പോകാൻ സാധിച്ചില്ല. അദ്ദേഹത്തിന്റെ പരിചയം അനുസരിച്ച് അദ്ദേഹം ട്രെയിനിലൂടെയും കയറി പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പിടിക്കാൻ പറ്റില്ലായിരുന്നു. മറ്റേ ആസൂത്രണം ഉണ്ടാകും എന്നാണ് നമ്മൾ ധരിച്ചത്. പക്ഷെ അങ്ങനെ ആസൂത്രണം ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് പുറത്ത് സഹായികൾ ഉണ്ടാവണം. പുറത്ത് സഹായികളില്ല. ജയിലിനുള്ളിൽ നിന്ന് സഹായം എന്തായാലും കിട്ടിയിട്ടുണ്ടോ സംശയം വേണ്ട. അതുകൊണ്ട് പുറത്ത് സഹായികൾ ഇല്ലാതിരുന്നു, സ്വന്തം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചതാണ്. അദ്ദേഹത്തിന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട എന്നാണ്, അദ്ദേഹത്തെ വളരെ ആരോഗ്യവാനായിട്ട് വളരെ തടിച്ചു കൊഴുത്തിരുന്ന മനുഷ്യൻ ഈ ഒരു പ്രക്രിയയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വയം ശരീരം പാകപ്പെടുത്തിയെടുത്തു എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രമാത്രം അഗാധമായ ഒരു മുന്നൊരുക്കമാണ് അദ്ദേഹം നടത്തിയെന്നുള്ളത്. അതായത് അവിടെ ഇത്രയും സുഭിക്ഷമായ ഭക്ഷണം ഒഴിക്കുന്ന അവസരത്തിൽ ഇത്രയും ഒരു മനുഷ്യൻ മെലിഞ്ഞ് എല്ലും കോലുമായിട്ട് ഈ 2 അഴികൾ മുറിച്ചാൽ അതിനുള്ളിൽ കൂടെ കടക്കാൻ സാധിക്കുന്ന രീതിയിൽ ശരീരത്തിന് രൂപാന്തരം വരുത്തുകയാണെങ്കിൽ ആ മനുഷ്യന്റെ ആ മനസ്സിന്റെ കട്ടിയും നിശ്ചയദാർഢ്യവും എത്ര ഭയങ്കരമാണെന്ന് മനസ്സിലാവും. അതുകൊണ്ട് അദ്ദേഹം കൊടും ക്രിമിനൽ എന്നുള്ളതിന് അദ്ദേഹത്തിന്റെ സ്വഭാവത്തിൽ അദ്ദേഹം ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. ഇത് ജയിൽ അധികാരികളുടെ പൂർണ്ണമായിട്ടുള്ള നിരുത്തരവാദപരമായ ഒരു സുരക്ഷാ വീഴ്ചയാണ്. അത് ആവർത്തിച്ച് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടൊന്നും സംഭവിക്കുന്നില്ലല്ലോ. എന്താ കാരണം? അത് അവിടത്തെ ജയിൽ ഭരിക്കുന്നത് ജയിലധികാരികളല്ലാത്തത് കൊണ്ട് എല്ലാവർക്കും അറിയാം അവർ നിസ്സഹായരാണ്, അവിടുത്തെ അന്തേവാസികളാണ് ഇവിടുത്തെ ഭരണകർത്താക്കൾ എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് ആ വഴിക്ക് ഈ കാര്യങ്ങളൊക്കെ നീങ്ങുന്നതുകൊണ്ട് നടപടി ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പി ജയരാജനെ കുറിച്ച് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പി ജയരാജൻ ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുകയാണ്. അതായത് കെ സുരേന്ദ്രൻ ഇത് ചൂണ്ടിക്കാണിച്ച സമയത്ത് പറയുന്നത് കുതിരവട്ടത്തേക്കധികം ദൂരമില്ല എന്നാണ്. അതായത് പറയുന്നവരെ മനോരോഗികളാക്കി മാറ്റുകയാണ്. പി ജയരാജൻ വളരെ നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയാണ് നടത്തിയത്. അത് അദ്ദേഹം തന്നെ തിരുത്തേണ്ടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ശ്രീ സുഭാഷ് ബാബു, അതെ അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാല്, ജയിലിന്റെ ഉള്ളിലെ ജയിൽ എന്ന് പറയുന്നതാണല്ലോ നമ്മൾ അതീവ സുരക്ഷിതയുള്ള ഏരിയ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ നിന്ന് ഇതേമാതിരി എല്ലാവർക്കും ആവശ്യമുള്ള ഫോൺ സംഭാഷണം കിട്ടുമ്പോൾ, അതുപോലെ എല്ലാവരെയും ആവശ്യമുള്ള ഭക്ഷണങ്ങൾ കിട്ടുന്നു, മയക്കുമരുന്ന് കിട്ടുന്നു, മദ്യം കിട്ടുന്നു, എല്ലാ സൗകര്യങ്ങളും അതിനുള്ളിൽ ലഭിക്കുന്ന ആരെ കൊണ്ടാണ്? അവിടുത്തെ ഭരണ സംവിധാനങ്ങളുടെ വീഴ്ച കൊണ്ടാണ്. ആ ഭരണ വീഴ്ചകൾ അടിക്കടിക്ക് ഒത്താശയോടുകൂടി ചെയ്യപ്പെടുമ്പോൾ എന്താന്ന് പറഞ്ഞാൽ ആ ഉദ്യോഗസ്ഥന്മാർ നിരുത്തരവാദപരമാവും. അതായത് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ അവരെ സംബന്ധിച്ച് ശുഷ്കാന്തി കുറയും. എന്ത് സംഭവിച്ചാലും ഇതിങ്ങനെയൊക്കെ പോവുള്ളൂ, ഞങ്ങൾ ചെയ്തിട്ട് എന്ത് കാര്യമെന്ന് വിചാരിച്ച് അതിനോടനുസരിച്ച് അതിനോടൊപ്പം സഞ്ചരിക്കുക. അങ്ങനെ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഈ വീഴ്ചയുടെ പുറത്ത് കൊടും വീഴ്ചയായിരിക്കും. ആ കൊടും വീഴ്ചയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടല്ലേ. അല്ലെങ്കിൽ മുറിക്കാതെ ആ ഉഴുമ്പെന്ന് പറഞ്ഞാൽ സാധാരണ ഇരുമ്പ് കമ്പിയല്ല, അത് ഉരുക്കിന്റെ കമ്പിയാണ്. ഉരുക്കിന്റെ കമ്പി മുറിക്കണമെങ്കിൽ ഒരു കമ്പി മുറിക്കാൻ നമ്മൾ ഒരു മണിക്കൂർ എടുക്കുക. എക്സാമ്പിൾ എടുത്തിട്ട് 1 മണിക്കൂർ എടുക്കുകയാണ്. ഇത് പിന്നെ 10 മണിക്കൂറും മുറിച്ചാലേ ഒരു കമ്പി മുറിഞ്ഞ് കിട്ടുള്ളൂ. അത്ര ഭയങ്കര ടെമ്പറുള്ള കമ്പിയാണ്. അതൊക്കെ മുറിച്ചിട്ട് അദ്ദേഹത്തിന് പുറത്തു പോകാൻ കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര നാളത്തെ അദ്ദേഹത്തിന്റെ ശ്രമഫലമാണ്. ഇത് ആരും നോക്കുന്നില്ല, അന്വേഷിക്കുന്നില്ല, കാണുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വീഴ്ചയുടെ കൂമാരമാണ്, സംശയം വേണ്ട. അതുകൊണ്ട് ഇന്ന് മറ്റൊരു കാര്യം കൂടി കണ്ണൂർ ജയിലിൽ സംഭവിക്കേണ്ടതായിരുന്നു. ഇന്ന് ബൽറാം കുമാർ ഉപാധ്യായ ജയിൽ DGP അവിടെ വരുന്ന ദിവസമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്ക് തിരിയും, ആ സുരക്ഷയിലേക്ക് തിരിയും എന്നൊക്കെ കണ്ടിട്ടുണ്ടാവണം ഗോവിന്ദചാമി.
ഈ ജയിലിൽ DGP അവിടെ വരുമ്പോ അദ്ദേഹത്തിന് എന്ത് സുരക്ഷ വേണ്ടേ? പുറത്ത് അദ്ദേഹത്തിന് യാതൊരു പ്രശ്നമില്ല. ജയിലിനുള്ളിൽ അദ്ദേഹത്തെ കൊല്ലാനും തിന്നാൻ ആരെങ്കിലും വരുന്നുണ്ടോ? അതിലേക്ക് അദ്ദേഹത്തെ സ്വീകരിക്കുവാനും ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ അതിലേക്ക് തിരിയുമെന്ന് ഇയാൾ കണക്കാക്കിയിട്ടുണ്ടാവണം. അതൊക്കെ തെറ്റാണ്. അതൊക്കെ തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ സാധാരണ ഇവർ DGP വരുന്നത് അപൂർവമായിട്ടാണ്. വരുന്ന അവസരത്തിൽ അവരെ സംബന്ധിച്ചുള്ള ഒരുപാട് അവിടെ വൃത്തിയാക്കലുണ്ടാവും. അക്രമകാരികളായിട്ടുള്ള ക്രിമിനൽസിനെ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഈ അവിടെ പോയിട്ട് ഇവരെ പറ്റി പരാതി പറയാൻ സാധ്യതയുള്ള ക്രിമിനലുകളെയൊക്കെ സമാധാനിപ്പിക്കണം. അവർക്ക് എന്തെങ്കിലും ഒത്താശകളും സൗകര്യങ്ങളും മദ്യവും മയക്കുമരുന്നും ഒക്കെ കൊടുത്ത് അവരെ സന്തോഷിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ ഇവരുടെ പേര് പരാതി വരും. അങ്ങനെയൊക്കെ അവരുടെ സുരക്ഷിതത്വം നോക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മുന്നൊരുക്കങ്ങളും ഉണ്ട്. അതിന് ഭാഗമായിട്ട് ഇവർ ചെയ്തിട്ടുണ്ടാവും, ഇല്ല എന്ന് പറയുന്നില്ല. അത് ചിലപ്പോ ഈ എന്തായാലും അവിടുത്തെ എല്ലാ അന്തേവാസികൾക്കും അറിയില്ലോ DGP വരുന്ന കാര്യം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പറയുന്നത് ശരിയാണ്. എന്നാലും ഈ വീഴ്ച എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ DGP വരുന്ന അവസരത്തിൽ തന്നെ ഈ ഒരു വീഴ്ച ഉണ്ടാകുമ്പോൾ എന്തായിരിക്കും അതിന്റെ പ്രത്യേകത നമുക്ക് ഏകദേശം ഊഹിക്കാം. പിന്നെ അല്ലാതെ എത്രയോ തവണ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. പക്ഷെ ആരും ഒരു കാര്യവും ശ്രദ്ധിക്കുന്നില്ല, പ്രത്യേകിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിനെ പറ്റി. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നാട്ടുകാർ ഉണർന്ന് പ്രവർത്തിച്ചത് കൊണ്ട് ഇയാളെ പെട്ടെന്ന് പിടികൂടാൻ കഴിഞ്ഞു. അങ്ങനെ തന്നെ നമുക്ക് പറയാമല്ലോ, ഉറപ്പിച്ച് പറയാം. പോലീസ് അരിച്ചു പെറുക്കി, അതൊക്കെ ശരിയാണ്. പക്ഷെ ഒരു ക്ലൂവും പോലീസിന് കിട്ടിയിരുന്നില്ല. തീർച്ചയായിട്ടും ജനങ്ങള് സാധാരണ നമ്മുടെ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെയുള്ള വിവരങ്ങളൊക്കെ പോലീസിന് നൽകേണ്ടത് ജനങ്ങളുടെ ബാധ്യതയാണ്, ഉത്തരവാദിത്തമാണെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു കേസ് ഇത്രയും അതീവ ഗൗരവതരമായ, ഇത്രയും ഒരു ക്രൂരമായ, അതിക്രൂരനായ ഒരു ഇത്ര പൈശാചികമായ ഒരു കുറ്റകൃത്യം ചെയ്തതിന് ശേഷം തൂക്കുകയറി രക്ഷപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ജനങ്ങളുടെ രോഷം മുഴുവൻ ആ വ്യക്തിയുടെ മേലിലുണ്ട്. അതുകൊണ്ട് ഈ വ്യക്തി എന്ന് പറയുന്ന ആ വ്യക്തിയെ സംബന്ധിച്ചോളം, പ്രത്യേകിച്ച് നിങ്ങളെ പത്രമാധ്യമങ്ങളെല്ലാം ചെയ്ത സേവനം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ പബ്ലിഷ് ചെയ്യുകയും ന്യൂസ് ഫ്ലാഷ് ചെയ്യുകയും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയക്കാരും എല്ലാവരും ഇത് കൊടുത്തുകൊണ്ട് എല്ലാ മലയാളികളും ഈ നിയമവാഴ്ചയെ സ്നേഹിക്കുന്ന എല്ലാ മലയാളികളും തീർച്ചയായിട്ടും ഈ എങ്ങനെയെങ്കിലും പിടിക്കപ്പെടണമെന്ന് വിചാരിച്ച് അവരുടെ ജാഗ്രതയോട് കൂടിയിട്ടുള്ള ഓരോ വ്യക്തികളെ അവർ നിരീക്ഷിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പല ആളുകളെ കണ്ട് അവര് പോലീസിന് വിവരം അറിയിക്കുക, അവർ സ്വന്തം ആളുകളെ ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തിട്ട് കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയാണ്. ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അവിടെ പോയിട്ട് ഇതിനകത്ത് കയറി ആ കണക്കിനകത്ത് ഇറങ്ങിയിരിക്കുകയാണെങ്കിൽ പോലീസൊക്കെ അറിയണം പെട്ടെന്നൊന്നും സാധിക്കില്ല. അത് ജനങ്ങളുടെ സഹായവും സഹകരണവും ഇതിന് ഏറ്റവും മഹത്തരമായ വിജയം. അതാണ് ഈ ക്രിമിനലെ പിടിക്കാൻ സഹായിച്ചത്. അതുകൊണ്ട് ജനങ്ങളുടെ, പ്രത്യേകിച്ച് പത്രമാധ്യമങ്ങളെ നമ്മളിത് എത്ര ശ്ലാഘിച്ചാലും പറ്റില്ല. ഇതൊരു വലിയ സേവനമാണ്. അതെന്തായാലും പോലീസിന് അത്ര പെട്ടെന്ന് പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ള പറയുന്നത് വളരെ ചാരിതാർത്ഥജനകമായ കാര്യമാണ്. പോലീസ് എന്തായാലും വിവരം കിട്ടിയതിനു ശേഷം ഉണർന്നുയർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവരം കിട്ടുന്നത് എത്രയും പെട്ടെന്ന് അതിനെ പിന്തുടരാനും അതിന് പരിശോധന നടത്താനും സാധിച്ചു എന്നുള്ളത് പോലീസിന് പ്രശംസനീയമാണ് എന്നാണ് പറയാനുള്ളത്. ശരി, തൽക്കാലം ഒരു ആശ്വാസം പോലീസിനുണ്ട്. ജയിൽ വകുപ്പിന്റെ വീഴ്ച ഇനി ഇവിടെ മറച്ചുവെക്കാൻ കഴിയുകയുമില്ല. അതിനുള്ള മറുപടി ജയിൽ വകുപ്പ് തന്നെ നൽകേണ്ടിയിരിക്കുന്നു. ഗോവിന്ദചാമി പിടിയിലായിരിക്കുകയാണ്. ഗോവിന്ദചാമിയെ കണ്ണൂർ തളാപ്പിലെ, അതായത് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് അധികം ദൂരത്തിലല്ല, ഏതാണ്ട് 4-5 കിലോമീറ്റർ ഉള്ളിൽ തന്നെയാണ് തളാപ്പുള്ളത്. ആ തളാപ്പിലെ ഒരു ഒഴിഞ്ഞ വീടിന്റെ കിണറ്റിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഗോവിന്ദചാമി. അവിടെ നിന്നാണ് നാട്ടുകാരുടെ സഹായത്തോടുകൂടി പോലീസ് ഇയാളെ വലയിലാക്കിയത്. ഇപ്പോൾ